ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ 4 മണിക്ക് എണീറ്റിട്ട് എവിടെ പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ പളനിയിൽ പോവാണ്. അപ്പം നമ്മൾ ഇതുവരെ ആയിട്ടും പോയിട്ടില്ല. അമ്മാളും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്. അച്ചാമ്മയ്ക്ക് വരണമെന്നുണ്ട്. പക്ഷെ അച്ചാമ്മയാണെങ്കിൽ അച്ചാച്ചനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അതുകൊണ്ട് അച്ചാമ്മ വന്നില്ല. അച്ചാമ്മയ്ക്ക് നല്ല ആഗ്രഹമായിരുന്നു വരണമെന്ന്. രാവിലെ വരാൻ പറ്റിയില്ല. എന്തുവാ, ഒരു ബ്ലോക്കും വണ്ടികളും ഒന്നുമില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് പെട്ടെന്ന് പോകാൻ. ഇനി നമ്മുടെ യാത്ര കാട്ടിൽ കൂടെയാണ്. സമയം 8 മണിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി തുടങ്ങി. കാട്ടിലൊരു ചായക്കട പോലും ഇല്ല. ഇനി എവിടെയെങ്കിലും ഫുഡ് കാണുന്ന എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാം. അതുവരെ കാത്തിരിക്കാം. ഇതാണ് കണ്ണറ പാലം. ഇതിൽ 7 കണ്ണറകളൊക്കെ ഉണ്ട്. അത് കുറേ കഴിഞ്ഞ് വന്നപ്പോൾ മോട്ടൽ 6 എന്ന് പറഞ്ഞൊരു കട ഉണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോട്ടലാണ്. അതുകൊണ്ട് നല്ല വൃത്തിയും ഇതൊക്കെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ആ കടയിലോട്ട് കയറി. നാരങ്ങ മരത്തിൽ നിറയെ നാരങ്ങ പിടിച്ചിരിക്കുന്നു. പുറത്ത് നല്ല കാറ്റുണ്ട്. മുകളിൽ നിന്ന് ഉള്ള വ്യൂ ആണ്. നമ്മൾ വെറുതെ ആയിക്കൊണ്ട് വെച്ചാണ് ഈ കഴിക്കുന്നത്. നല്ല ചൂട് ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചത്. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറി. പുറത്തെ കാഴ്ചകൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. പാടങ്ങളും കൃഷികളും എല്ലാം ഉണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛനാണെങ്കിൽ ഭയങ്കര ടയേർഡായി. അപ്പം അമ്മയാണ് വണ്ടി ഓടിച്ചത്. അച്ഛന് നല്ല പനിയാണ്. അച്ഛന് മാത്രമല്ല, അമ്മയ്ക്കും അമ്മാളിനും അങ്ങനെ എല്ലാവർക്കും പനിയായി. അച്ഛൻ കുറേ നേരം കിടന്നുറങ്ങി. അപ്പം അമ്മാള് വീഡിയോ എടുത്ത്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഹോട്ടൽ കണ്ടിട്ട് നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്. അച്ഛൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ഹോട്ടലിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, വുഡ് വെച്ചുണ്ടാക്കിയത്. ക്ലേ പോട്ടുകളും ഉണ്ട്. പക്ഷെ അടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര പൈസ. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ച്, ഒരു യോയോ, ഒരു വിഷറി, അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് പളനി പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ച്. നല്ല നല്ല ക്ലേ പോട്ടുകൾ. പക്ഷെ വാങ്ങിച്ചു വെച്ചാൽ പൊട്ടി പോകത്തില്ലേ? ഇനി യാത്ര ചെയ്യേണ്ടതല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫുഡ് വന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനൊരു പേടിയായിരുന്നു, തമിഴ്നാട് ഫുഡ് നല്ലതാണോന്ന്. താലി മീൻസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡായിരുന്നു. ഇത് നമ്മൾ വാങ്ങിച്ചത് വിഷറിയാണ്. പിന്നെ അമ്മി കുറേ നേരം വിഷറി വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോട്ടലെത്തി. ഈ ഗ്ലാസ്സിനുള്ളിൽ ഇരിക്കുന്നത് നമ്മുടെ പളനിയിലെ മിനിയേച്ചറാണ് എന്നാണ് അമ്മാളുവിൻ്റെ നിഗമനം. ഹോട്ടലൊക്കെ അടിപൊളിയാണ്, പക്ഷെ റേറ്റാണ്. ഒരുപാട് രൂപങ്ങളുണ്ട്. പിന്നെ നമുക്ക് അവിടെ ടോയ്സ് മേടിക്കാൻ പറ്റും. BMW, ബെൻസും കാറും പോഷയൊക്കെ എല്ലാം ഉണ്ട്. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. പൊതുവേ അതിന് നല്ല റേറ്റാണല്ലോ. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴാണ് അമ്മാളിനൊരു ഡാൻസ് കളിക്കാൻ തോന്നിയത്. അങ്ങനെ അമ്മാൾ എന്താ ഡാൻസ് കളിക്കാമെന്ന് ഇങ്ങോട്ട് ഡാൻസ് അങ്ങ് കളിച്ചു. സ്വന്തമായിട്ട് സ്റ്റെപ്പിട്ട് സ്വന്തമായിട്ട് മ്യൂസിക് കിട്ടും. ഒന്നും നോക്കി. ഇനി നമ്മൾ റൂമിലേക്ക്. 2nd ഫ്ലോറാണ് നമ്മുടെ റൂമിലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റൂം എത്തി. 8 മണിക്കൂർ യാത്രയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പളനിയിൽ വരാനായിട്ട്. 2 പേരും മാറി മാറി ഓട്ടിച്ച് ഒരു വിധമായി. പനിയായതുകൊണ്ടാണ്
അല്ലെങ്കിൽ അച്ഛൻ എത്ര വേണമെങ്കിലും ഡ്രൈവ് ചെയ്യും. നമ്മൾ എത്തിയപ്പോഴത്തേക്കും 3 മണിയായി. ഇനി ഒരു ഇത്തിരി നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇനി സർപ്രൈസ് അറിയണ്ടായോ നിങ്ങൾക്ക്? ദാ നോക്കിക്കോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പളനി. വേൽമുരുക ഹരോഹര. അപ്പോഴേക്കും ചായ കൊണ്ടുവന്നു നമ്മുടെ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ അമ്മാളും അമ്മയും അമ്മാമ്മയും എല്ലാവരും കുളിച്ച് ഫ്രഷായി. പക്ഷെ അച്ഛൻ അവിടെ കിടക്കുവാണേ. ഈ പളനി നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളു. ഒരു 6 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി. ഹോട്ടലിൻ്റെ വെളിയിൽ തന്നെ ഗണപതി ഭഗവാന്റെ ഒരു അമ്പലമുണ്ട്. അവിടെ വിളക്കൊക്കെ കത്തിച്ചേക്കുന്ന. അമ്മാളെ ചെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിലോട്ട് പോവുകയാണെ. അമ്മൻ്റെ കാലിലെ ചെരുപ്പിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടോണേ. ഇതാണ് പളനി ചേർന്ന ആർച്ച്. ഇതിൻ്റെ അകത്തൂടെ കയറി നമ്മൾ പളനിയിൽ ചെല്ലുന്നു. ഇനി വീഡിയോ ഒന്നുമില്ല. അവർ പറഞ്ഞു ഫോൺ താഴെ ഏൽപ്പിക്കണമെന്ന്. തിരിച്ചു വന്നപ്പോൾ അമ്മാവൻ്റെ ചെരുപ്പ് അങ്ങ് കളഞ്ഞുപോയി. ആരാണ്ടോ തട്ടി എടുത്തോണ്ട് പോയതാ. അവർക്ക് തന്നെ ശിക്ഷ കിട്ടും. കാരണം ദൈവത്തിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ചെയ്തതല്ലേ, അവർക്ക് തന്നെ കിട്ടത്തോളൂ. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ പളനിയിൽ നമ്മൾ ട്രെയിനിലാണ് മല കയറിയത്. ഇറങ്ങിയത് സ്റ്റെപ്പ് വഴിയും. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുള്ള് പളനി കണ്ടുകൊണ്ട് കിടന്ന്. രാവിലെ 10:30 കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വരാനായിട്ട് റെഡിയായി. അപ്പോഴാണ് താഴെ കോലം വരയ്ക്കുന്നത് കണ്ടത്. പളനിയിലെ മല കയറാൻ പറ്റാത്തവർ അവിടെ കൊച്ചു ട്രെയിനുണ്ട്. അവിടെ ഒരാൾക്ക് 60 രൂപയേ ഉള്ളു. ആ ട്രെയിൻ വഴി കയറിപ്പോകുക. കാണുമ്പോൾ പേടിയാവുന്നെങ്കിലും പക്ഷെ കയറുമ്പോൾ പേടി കാണത്തില്ല. തിരിച്ചും അതിൽ തന്നെ കയറാം. അയ്യപ്പന്മാരുടെ തിരക്കാണ് പളനിയിൽ. അവിടെ സ്പെഷ്യൽ പാസ് ഉണ്ട്. 500 രൂപ പാസ്, 100 രൂപ പാസ്, 10 രൂപ പാസ്. ഞങ്ങൾ പാസ് വഴിയാണ് കയറിയത്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ പെട്ടെന്ന് കാണാൻ പറ്റി. തിരിച്ച് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വന്നുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ രാവിലെ ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങളൊരു ഗീ റോസ്റ്റും അമ്മയൊരു ഒന്നിയൻ ദോശയും മേടിച്ചു. പറയാൻ പറ്റില്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇന്നലെ നമ്മൾ മസാല ദോശ തന്നെയായിരുന്നു കഴിച്ചത്. മൃദുവായിക്കൊണ്ട് മീനൊന്നും തിന്നാനേ തോന്നിയില്ല. അത്രയ്ക്കും ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പക്ഷേ റോഡ് സൈഡിലുള്ളതൊന്നും വാങ്ങല്ലേ, നല്ല ഹോട്ടലിലേ കയറാവും. നല്ല റോഡ്. താണ്ട് അച്ഛൻ 100-ൽ 110-ലൊക്കെ പോകുന്ന. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു.